ഈ വാർത്താപ്പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള കീം റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായ അനിശ്ചിതത്വത്തിൽ സർക്കാർ പ്രതിരോധത്തിൽ. CPI മന്ത്രിമാരുടെ ഉൾപ്പെടെ എതിർപ്പ് മറികടന്നാണ് മാർക്ക് ഏകീകരണത്തിന് മന്ത്രിസഭയിൽ തീരുമാനമെടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ. പരീക്ഷയ്ക്ക് ശേഷം മാത്രം പ്രോസ്പെക്ടസ് മാറ്റിയതിൽ കൃത്യമായ വിശദീകരണം നൽകാതെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സർക്കാരിനെതിരെ പ്രതിപക്ഷം രൂക്ഷ വിമർശനവുമായി രംഗത്ത്. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള കീം റാങ്ക് ലിസ്റ്റിൽ കോടതിയിലേറ്റ തിരിച്ചടിയിൽ സർക്കാർ പ്രതിരോധത്തിൽ. വിദഗ്ധ സമിതി റിപ്പോർട്ടിലും കോടതിയിൽ നിന്നുള്ള വിമർശനത്തിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് മറുപടിയില്ല. ഇക്കൊല്ലം പുതിയ ഫോർമുല നടപ്പാക്കുന്നത് ഉചിതമല്ലെന്നായിരുന്നു വിദഗ്ധ സമിതി ശുപാർശ. നേരത്തെ മാറ്റാമായിരുന്നില്ലേ എന്നാണ് കോടതി ചോദിച്ചത്. പരീക്ഷയ്ക്ക് ശേഷം പ്രോസ്പെക്ടസ് മാറ്റിയതിനെ മന്ത്രി ആർ ബിന്ദു വീണ്ടും ന്യായീകരിച്ചു. അത്തരമൊരു ഫോർമുല ശുപാർശ ചെയ്തിരുന്നോ എക്സ്പെർട്ട് കമ്മിറ്റി 5:3:1? അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. നിങ്ങളൊക്കെ വലിയ CID-കളാണല്ലോ. ജൂൺ 30 ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ ഉൾപ്പെടെ പുതുക്കിയ മാർക്ക് ഏകീകരണത്തിൽ ആശങ്കയുയർത്തിയെന്ന വിവരവും പുറത്തുവന്നു. മാനദണ്ഡങ്ങൾ മാറ്റിയത് ആർക്ക് വേണ്ടിയെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ചോദ്യം. എന്നിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഭേദഗതി വരുത്തിയത്? ഭേദഗതി വരുത്തി ആ കിം പരീക്ഷാ ഫലത്തെ മുഴുവൻ അട്ടിമറിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടി ഇവരെ കൊളമാക്കി മാറ്റി. റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് KSU സംസ്ഥാന വ്യാപക പ്രതിഷേധം പ്രഖ്യാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു രാജിവെക്കണമെന്നാണ് ആവശ്യം. അതേസമയം എഞ്ചിനീയറിംഗ് ഫാർമസി കോളേജ് ഓപ്ഷൻ ഇന്നു മുതൽ വിദ്യാർത്ഥികൾക്ക് നൽകി തുടങ്ങാം. 24 തിരുവനന്തപുരം. PC രജിസ്ട്രാർ പോരിൽ കേരള സർവകലാശാലയിൽ ഭരണപ്രതിസന്ധി രൂക്ഷം. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഒപ്പിട്ട ഫയലുകൾ തിരിച്ചയച്ച VC രജിസ്ട്രാർ ഇൻചാർജ് എന്ന നിലയിൽ ഡോക്ടർ മിനി കാപ്പൻ അയച്ച ഫയലുകൾക്ക് അംഗീകാരം നൽകി. KS അനിൽകുമാർ അനധികൃതമായാണ് സർവകലാശാലയിൽ എത്തിയത് എന്ന് VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ രാജ്ഭവനെ അറിയിച്ചു. നിർദ്ദേശം അവഗണിച്ച് സർവകലാശാലയിലെത്തിയ രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെയുള്ള നീക്കം ശക്തമാക്കി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. അനിൽകുമാർ അയച്ച അടിയന്തര സ്വഭാവമുള്ള 3 ഫയലുകൾ VC മടക്കി അയച്ചു. എന്നാൽ രജിസ്ട്രാർ ഇൻചാർജ് എന്ന നിലയിൽ മിനി കാപ്പൻ അയച്ച 25 ഫയലുകൾ അംഗീകരിക്കുകയും ചെയ്തു. വരട്ടെ നോക്കാം എന്നായിരുന്നു ഫയൽ നീക്കത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് രജിസ്ട്രാറുടെ മറുപടി. സാറ് കൈകാര്യം ചെയ്ത ഫയലുകൾ ഒന്നും തന്നെ തുടർ നടപടിക്ക് വിധേയമാക്കണ്ട എന്നുള്ളൊരു നിർദ്ദേശമാണ് VC നൽകിയിരിക്കുന്നത്. വരട്ടെ നോക്കാം. ശരി. മിനി കാപ്പന്റെ ഇടപെടൽ നിയമവിരുദ്ധമാണെന്നും വിഷയം ചർച്ച ചെയ്യാൻ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നും ആവശ്യപ്പെട്ട് ഇടതംഗങ്ങൾ VCക്ക് കത്ത് നൽകി. ഇതിനെ സിൻഡിക്കേറ്റ് വളരെ ഗൗരവമായി കാണുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഇൻചാർജിന് ഒരു കത്ത് കൊടുത്തിരിക്കുകയാണ്. ഇതിനിടെ രജിസ്ട്രാർക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ. അനധികൃതമായി സർവകലാശാലയിൽ അതിക്രമിച്ചു കയറിയെന്നാണ് ആരോപണം. 24 തിരുവനന്തപുരം. കോൺഗ്രസിനെ പ്രകോപിപ്പിച്ച് വീണ്ടും മോദി സ്തുതിയുമായി ഡോക്ടർ ശശി തരൂർ MP. നരേന്ദ്രമോദി വ്യക്തിപ്രഭാവമുള്ള നേതാവാണെന്നും രാജ്യം ദേശീയതയിലേക്ക് മാറിയെന്നുമാണ് ലണ്ടനിലെ പ്രഭാഷണത്തിൽ ഡോക്ടർ ശശി തരൂരിന്റെ പരാമർശം. പാർട്ടിക്കുള്ളിൽ ശ്വാസം മുട്ടുന്നെങ്കിൽ പാർട്ടി വിടണമെന്നാണ് ശശി തരൂരിന് K മുരളീധരന്റെ ഉപദേശം. 2047 ഇന്ത്യ എന്ന വിഷയത്തിൽ ലണ്ടനിലെ ജിൻഡൽ ഗ്ലോബൽ സർവകലാശാലയിൽ നടത്തിയ പ്രഭാഷണത്തിലാണ് ഡോക്ടർ ശശി തരൂരിന്റെ പരാമർശം. കോൺഗ്രസിന്റെ നയങ്ങളിൽ നിന്ന് രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറി. വ്യക്തിപ്രഭാവമുള്ള നേതാവിന്റെ നേതൃത്വത്തിലും കേന്ദ്രീകൃത ഭരണത്തിലുമാണ് ഇത് സാധ്യമായതെന്നും ശശി തരൂർ. വിദേശ നയത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കാര്യത്തിൽ ഭരണമാറ്റമുണ്ടായതിനാലാണ് ഇത് സാധ്യമായതെന്നും തരൂർ. As India engages strategically with an increasingly multipolar, immensely globalized and interdependent world. And of course, a sharp rightward swing in our politics, from the centrism, even left-of-centre politics of the Congress Party, to the far more muscular nationalism of the BJP, which places a premium on charismatic leadership and heavily centralized governance. തരൂരിന്റെ മോദി പരാമർശത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി K മുരളീധരൻ. അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാലോ. അതല്ല, അദ്ദേഹത്തിന് ഇതിൻ്റെ അത് ശ്വാസം മുട്ടുന്നു, ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നതെങ്കിൽ പിന്നെ ഒരു മാർഗം പാർട്ടി ഏൽപ്പിച്ച സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇഷ്ടമുള്ള രാഷ്ട്രീയ നയം അദ്ദേഹം സ്വീകരിക്കുക.
ശശി തരൂരിന്റെ നിലപാടിനെ വിമർശിച്ച CPIയും രംഗത്തെത്തി. സമയമാകുമ്പോൾ തരൂർ ചെയ്യേണ്ടത് ചെയ്യുമെന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. അടിയന്തരാവസ്ഥയുടെ പേരിൽ നെഹ്റു കുടുംബത്തെ രൂക്ഷമായി വിമർശിച്ച് ലേഖനമെഴുതിയതിന് തൊട്ടു പിന്നാലെയാണ് പാർട്ടിയെ വീണ്ടും പ്രകോപനത്തിലാക്കി തരൂരിന്റെ മോദി പ്രശംസ. 24 ഡൽഹി. ഈ മാസം 16-ന് വധശിക്ഷ നടപ്പാക്കാനിരിക്കെ യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് ഊർജിത ശ്രമം. കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജി തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് അറ്റോർണി ജനറൽ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലിൽ പ്രതീക്ഷയുണ്ട് എന്നാണ് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസിന്റെ പ്രതികരണം. നിമിഷപ്രിയ വിഷയത്തിൽ വിദേശകാര്യ മന്ത്രാലയം നടത്തിയ ഇടപെടലുകൾ സംബന്ധിച്ച വിവരങ്ങളാണ് അറ്റോർണി ജനറൽ R. വെങ്കിട്ടരമണിയുടെ ഓഫീസ് തേടിയത്. ജൂലൈ 16-ന് വധശിക്ഷ നടപ്പാക്കുമെന്ന റിപ്പോർട്ട് വന്ന ശേഷം എന്ത് നടപടി സ്വീകരിച്ചുവെന്നറിയിക്കാൻ AG ഓഫീസ് ആവശ്യപ്പെട്ടു. കേസിന്റെ അടിയന്തര പ്രാധാന്യം മുൻനിർത്തി സ്ഥിതിവിവര റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. വിഷയത്തിൽ സാധ്യമായ എല്ലാ നടപടികളും ഉണ്ടാകുമെന്ന് AG ഓഫീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഞങ്ങൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഈ വിദേശകാര്യ മന്ത്രാലയവുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ കൂടിയാലോചനകൾ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഇനിയുള്ള 3 ദിവസങ്ങളിൽ ഇന്ന് വെള്ളിയാഴ്ചയും ശനിയും ഞായറും ഉപയോഗിച്ചുകൊണ്ട് നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് സേവ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഉള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലിൽ പ്രതീക്ഷയുണ്ടെന്നും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഭർത്താവ് ടോമി തോമസ് പ്രതികരിച്ചു. തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. നമ്മുടെ ഇപ്പം ഇന്നലെ ഞാൻ വന്ന് ഗവർണർ സാറിനെ കണ്ടായിരുന്നു, ചാണ്ടി ഉമ്മൻ സാറും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും വേണ്ടെന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രിയൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡൽഹിക്ക് ഒന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഇത്രയൊക്കെ ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങോട്ട് പോക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ട്. യമനിലെത്തിയ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം തലാലിന്റെ കുടുംബവുമായി ദയാധനം സംബന്ധിച്ച് ചർച്ചകൾക്കുള്ള ശ്രമം തുടരുകയാണ്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട വിദേശകാര്യമന്ത്രിയെ കാണാൻ K. രാധാകൃഷ്ണൻ MP ഡൽഹിയിലെത്തി. വിദേശകാര്യമന്ത്രി റഷ്യയിലായതിനാൽ കൂടിക്കാഴ്ചയിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. 24 ഡൽഹി. കാരണവർ വധക്കേസ് പ്രതി ഷെറിന് ശിക്ഷായിളവ് ലഭിച്ചു. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷായിളവ് നൽകി മോചിപ്പിക്കാനുള്ള മന്ത്രിസഭാ ശുപാർശ ഗവർണർ അംഗീകരിച്ചു. മോചന തീരുമാനം വരുമ്പോഴും കണ്ണൂർ വനിതാ ജയിലിലെ തടവുകാരിയായ ഷെറിൻ പരോളിലാണ്. ജനുവരി 28-ന് ചേർന്ന മന്ത്രിസഭായോഗമാണ് ഷെറിൻ അടക്കം 11 തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ ഗവർണറോട് ശുപാർശ ചെയ്തത്. മാസങ്ങൾക്ക് ശേഷം രാജ്ഭവന് പട്ടിക കൈമാറി. പട്ടികയിലുള്ളവരുടെ കുറ്റകൃത്യ പശ്ചാത്തലം, പരോൾ കണക്ക് എന്നിവ വ്യക്തമാക്കുന്ന പെർഫോമ നൽകാൻ ഗവർണർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അതുകൂടി പരിശോധിച്ച ശേഷമാണ് കഴിഞ്ഞ ദിവസം ഗവർണർ മോചന ശുപാർശയിൽ ഒപ്പിട്ടത്. സ്ത്രീ, കുടുംബിനി എന്നീ പരിഗണനകളാണ് ഷെറിനെ മോചിപ്പിക്കാൻ അനുമതി നൽകിയെന്ന് രാജ്ഭവൻ വ്യക്തമാക്കി. 2009 നവംബർ 8-നാണ് ചെങ്ങന്നൂർ കാർണവേഴ്സ് വില്ലയിലെ ഭാസ്കർ കാർണവർ കൊല്ലപ്പെട്ടത്. കാർണവറുടെ മകൻ്റെ ഭാര്യയായ ഷെറിനായിരുന്നു കേസിലെ പ്രധാന പ്രതി. 14 വർഷം ശിക്ഷ പൂർത്തിയാക്കിയവരെ വിട്ടയക്കുന്ന കൂട്ടത്തിലാണ് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ഷെറിനെയും മോചിപ്പിക്കാൻ സർക്കാർ ശുപാർശ ചെയ്തത്. ജയിലിൽ നല്ല നടപ്പുള്ളവരെയാണ് സാധാരണ ഇളവുകൾക്ക് പരിഗണിക്കുന്നത്. എന്നാൽ ജയിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തൽ, സഹതടവുകാരെ കൈരം ചെയ്യൽ ഉൾപ്പെടെ നിരവധി പരാതികൾ ഷെറിനെതിരെ ഉണ്ട്. പല ഘട്ടങ്ങളായി ലഭിച്ച പരോളുകളായി 480 ദിവസം ഷെറിൻ ജയിലിന് പുറത്തുമായിരുന്നു. ആദ്യം പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്ന ഷെറിൻ പല ജയിലുകൾ മാറിയപ്പോൾ കണ്ണൂർ വനിതാ ജയിലിലാണ്. മോചന തീരുമാനം വരുമ്പോഴും ഷെറിൻ പരോളിൽ ജയിലിന് പുറത്താണ്. 24 തിരുവനന്തപുരം. 75 വയസ്സിൽ രാഷ്ട്രീയ നേതാക്കൾ വിരമിക്കണമെന്ന RSS മേധാവി മോഹൻ ഭാഗവതിന്റെ പരാമർശത്തിൽ രാഷ്ട്രീയ ചർച്ച. വിദേശയാത്ര കഴിഞ്ഞെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മോഹൻ ഭാഗവത് പ്രായം ഓർമ്മിപ്പിച്ചു എന്നാണ് കോൺഗ്രസിന്റെ പരിഹാസം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ സെപ്റ്റംബറിൽ 75 വയസ്സ് തികയുന്നതും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. 75 വയസ്സായാൽ വിരമിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി വഴിമാറി കൊടുക്കണമെന്ന RSS മേധാവി മോഹൻ ഭാഗവതിന്റെ പരാമർശമാണ് രാഷ്ട്രീയ ചർച്ചയായത്. നാഗ്പൂരിൽ RSS സൈദ്ധാന്തികൻ മൊറോപ്പന്ത് പിംഗ്ലയുമായി ബന്ധപ്പെട്ട ചടങ്ങിലായിരുന്നു പ്രസംഗം. 75 വയസ്സ് തികഞ്ഞ് ഷോൾ നൽകി ആദരിക്കുകയാണെങ്കിൽ അതിനർത്ഥം മറ്റുള്ളവർക്ക് വഴിയൊരുക്കുക എന്ന മൊറോപ്പന്ത് പിംഗ്ലയുടെ വാക്കുകൾ ഓർമ്മപ്പെടുത്തിയായിരുന്നു പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ സെപ്റ്റംബറിൽ 75 വയസ്സ് തികയുന്ന പശ്ചാത്തലത്തിൽ RSS മേധാവിയുടെ വാക്കുകൾ ചർച്ചയാക്കി പ്രതിപക്ഷം.
പരാമർശം നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചെന്ന് കോൺഗ്രസ് പരിഹസിച്ചു. LK അഡ്വാനി, മുരളി മനോഹർ ജോഷി, ജസ്വന്ത് സിംഗ് തുടങ്ങിയ നേതാക്കൾക്ക് നടപ്പാക്കിയ നിർബന്ധിത വിരമിക്കൽ നരേന്ദ്രമോദിക്ക് നടപ്പാക്കുമോ എന്ന് ശിവസേനാ നേതാവ് സഞ്ജയ് റാവത്ത് ചോദിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രിയുടെ വിരമിക്കൽ ഉന്നയിച്ചപ്പോൾ BJPയുടെ ഭരണഘടനയിൽ വിരമിക്കൽ പ്രായമില്ലെന്നും 2029 തെരഞ്ഞെടുപ്പിലും മോദി തന്നെ നയിക്കുമെന്നും അമിത് ഷാ വിശദീകരിച്ചിരുന്നു. 24 ഡൽഹി. PM കുസും പദ്ധതിയിലെ അഴിമതി ആരോപണം നിയമസഭാ സമിതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല. വൈദ്യുത മന്ത്രിയും അനഡ് സിഇഒയും ഒന്നിച്ചു നടത്തിയ അഴിമതിയെന്നും അദ്ദേഹത്തിന്റെ ആരോപണം. 100 കോടിയിലധികം രൂപയുടെ അഴിമതി എന്നാണ് ആരോപണം. വിഷയത്തിൽ രമേശ് ചെന്നിത്തലയുമായി സംസാരിക്കാൻ തയ്യാറാണെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി 24നോട് പറഞ്ഞു. കേരളത്തിലെ കർഷകർക്ക് സൗരോർജ്ജ പമ്പുകൾ നൽകാനുള്ള കേന്ദ്ര പദ്ധതിയായ PM കുസുമിനെതിരെയാണ് ആരോപണം. കർഷകർക്ക് 2 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെയുള്ള സൗരോർജ്ജ പ്ലാന്റുകൾ സൗജന്യമായി വെച്ചു നൽകുന്ന പദ്ധതിയിൽ 100 കോടി രൂപയുടെ അഴിമതിയെന്നാണ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത്. 240 കോടിയുടെ പദ്ധതിക്ക് നബാർഡിൽ നിന്ന് 175 കോടി രൂപ വായ്പയെടുത്തു. വായ്പയെടുത്ത പണത്തിൽ നിന്നും തട്ടിപ്പ് നടത്തി. അനർട്ട് സിഇഒയും വൈദ്യുതി മന്ത്രിയും ഒന്നിച്ചാണ് ക്രമക്കേട് നടത്തിയത് എന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. 5 കോടി രൂപ വരെ ടെൻഡർ വിളിക്കാൻ മാത്രം അധികാരമുള്ള ഒരാളാണ് അനർട്ടിന്റെ സിഇഒ. 240 കോടി രൂപയ്ക്ക് അദ്ദേഹം എങ്ങനെ ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെ ടെൻഡർ വിളിച്ചു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. മന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധ്യമല്ല എന്നത് പകൽ പോലെ വെളിവാകുന്ന ഒരു കാര്യമാണ്. ഊർജ്ജ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി വിഷയം അന്വേഷിക്കും. ക്രമക്കേട് കണ്ടെത്തിയാൽ നടപടി ഉറപ്പെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി അറിയിച്ചു. തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരറിവുമില്ലെന്നും K കൃഷ്ണൻകുട്ടി 24നോട് പറഞ്ഞു. അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് വരുമ്പോൾ എന്താണെന്നുള്ള വസ്തുത അറിയാലോ. ടെൻഡർ നടത്തിയിട്ടുണ്ടോ ഇല്ലയോ, എംപാനൽ ചെയ്തതാണോ എന്നുള്ളത് നോക്കിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അതൊരു അന്വേഷിക്കാനുള്ളൊരു ഒരാൾ ഉന്നയിച്ചാൽ അന്വേഷിക്കാതെ ഒരാളെ ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. അത് മാറ്റി നിർത്തേണ്ടതാണെങ്കിൽ മാറ്റി നിർത്തും. ഞാൻ രമേശ് ചെന്നിത്തലയായിട്ട് നേരിട്ട് സംസാരിക്കാൻ തയ്യാറാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ നമ്മളത് എന്താണ് അദ്ദേഹം കേട്ട തെളിവുണ്ടെങ്കിൽ നമുക്ക് നടപടിയെടുക്കാം. കരാറിന്റെ രേഖകൾ ഉൾപ്പെടെ പുറത്തുവിട്ടാണ് രമേശ് ചെന്നിത്തലയുടെ അഴിമതി ആരോപണം. 24 തിരുവനന്തപുരം. സ്കൂൾ സമയമാറ്റത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിയതോടെ വിമർശനം കടുപ്പിച്ച് EKAP സമസ്ത വിഭാഗങ്ങൾ. വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ ആലോചനയോടെ വേണമെന്ന് കാന്തപുരം വിഭാഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സർക്കാർ ഉത്തരവ് പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്ന് EK വിഭാഗവും വ്യക്തമാക്കി. എതിർപ്പുള്ളവർ കോടതിയെ സമീപിക്കട്ടെ എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. സ്കൂൾ സമയമാറ്റത്തിലെ എതിർപ്പുകൾ പരിഗണിക്കുമെന്ന് ആദ്യം പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി പിന്നീട് സർക്കാർ തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്ന് പറഞ്ഞതോടെ എതിർപ്പിന്റെ സ്വരം കടുപ്പിക്കുകയാണ് ഇരു സമസ്തകളും. EK സമസ്ത ഇതിനോടകം തന്നെ പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നു. സമസ്ത പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങാറില്ല. സർക്കാർ ഏകപക്ഷീയ തീരുമാനമെടുത്തതോടെയാണ് സമരത്തിനിറങ്ങിയതെന്ന് നാസർ ഫൈസി കൂടത്തായി 24നോട്. വിദ്യാഭ്യാസ മന്ത്രി വീണ്ടും ചർച്ചയ്ക്ക് പോലും തയ്യാറാവാത്ത വിധത്തിലുള്ള ഒരു പൂർണ്ണ ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നത് ഖേദകരമാണ്. അതുകൊണ്ട് തന്നെ സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത. മുൻകാലങ്ങളിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നിരുന്ന AP വിഭാഗം സമസ്തയും വിമർശനവുമായി രംഗത്തെത്തി. വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ കൃത്യമായ പഠനത്തിന്റെയും വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിലാകണമെന്ന് കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃസംഗമത്തിൽ വിമർശനമുയർന്നു. നേതൃത്വ സംഗമം കാന്തപുരം AP അബൂബക്കർ മുസല്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ഒരു ചർച്ചയുമില്ലാതെ ഏകപക്ഷീയ നിലപാട് സർക്കാർ എടുത്തത് തെറ്റെന്ന് മുസ്ലിം ലീഗ്. ജനാധിപത്യ വിരുദ്ധമായ സമീപനം എടുത്തത് ഗവൺമെന്റാണ്. അരമണിക്കൂർ സമയം കൂട്ടണമെങ്കിൽ അതിന് മാർഗം എന്താന്നുള്ള അവരോട് ചർച്ച ചെയ്തൂടെ. ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി തീരുമാനം എടുത്തതിലാണ് അവർക്ക് എതിർപ്പ്. രാവിലെയും വൈകിട്ടും 15 മിനിറ്റ് അധികം എടുക്കുന്നതാണ് സ്കൂൾ സമയമാറ്റം. ഇത് മദ്രസ സമയത്തെ ബാധിക്കും എന്നതാണ് മുസ്ലിം സാമുദായിക സംഘടനകളുടെ എതിർപ്പിന് കാരണം. സമയമാറ്റത്തിൽ പിന്നോട്ടില്ലെന്നും എതിർപ്പുള്ളവർ കോടതിയെ സമീപിക്കട്ടെ എന്നുമുള്ള നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. 24 മലപ്പുറം. അഹമ്മദാബാദ് വിമാന അപകടത്തിലേക്ക് നയിച്ചത് എഞ്ചിനിലേക്കുള്ള ഇന്ധന ഒഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ച് ഓഫ് ആയത് എന്ന റിപ്പോർട്ടുകൾ. ഇതോടെ 2 എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന ഒഴുക്ക് നിലച്ചു. അന്വേഷണവുമായി ബന്ധപ്പെട്ട അമേരിക്കൻ വിദഗ്ധരെ ഉദ്ധരിച്ചാണ് വാൾ സ്ട്രീറ്റ് ജേണലിന്റെ ഈ റിപ്പോർട്ട്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയം ഇന്ന് പുറത്തുവിട്ടേക്കും. അഹമ്മദാബാദ് വിമാനാപകടത്തിന് പിന്നാലെ AI-171 വിമാനത്തിന്റെ റാം എയർ ടർബൈൻ ആക്ടിവേറ്റ് ചെയ്തിരുന്നതായുള്ള വിവരം പുറത്തുവന്നിരുന്നു. വിമാനത്തിന് ആവശ്യമായ ഊർജ്ജം നഷ്ടമാകുന്ന ഘട്ടത്തിലാണ്
റേറ്റ് ആക്ടിവേറ്റ് ആവുക. വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടിൽ എഞ്ചിനിലേക്കുള്ള ഇന്ധന ഒഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ച് ഓഫ് ആയതായാണ് കണ്ടെത്തൽ. ഇത് 2 എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന ഒഴുക്ക് നിലയ്ക്കുന്നതിന് കാരണമായി. ഇതോടെ വിമാനത്തിന്റെ ത്രസ്റ്റ് നഷ്ടപ്പെട്ടു. റാം എയർ ടർബൈൻ ആക്ടിവേറ്റ് ചെയ്തിരുന്നതിൽ നിന്നാണ് ഈ നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്വിച്ചുകൾ എങ്ങനെ ഓഫായി എന്നതിലോ പൈലറ്റുമാർ സ്വിച്ചുകൾ വീണ്ടും ഓണാക്കാൻ ശ്രമിച്ചോ എന്നതിലോ വ്യക്തതയില്ല. വിമാനാപകടത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള US വിദഗ്ധരിൽ നിന്നാണ് വിവരങ്ങൾ ലഭിച്ചതായി വാൾസ്ട്രീറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും വിമാനത്തിന്റെ ഇന്ധന സ്വിച്ച് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. ടേക്ക് ഓഫ് ചെയ്ത വിമാനത്തിന് പെട്ടെന്ന് ത്രസ്റ്റ് നഷ്ടപ്പെടാൻ കാരണം എഞ്ചിനുകൾ പ്രവർത്തനരഹിതമായത് എന്നാണ് വിലയിരുത്തൽ. 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമാകാനുള്ള കാരണം ഇന്ധന സ്വിച്ചുമായി ബന്ധപ്പെട്ടതാണോ എന്നാണ് നിലവിൽ പരിശോധിക്കുന്നത്. 24 ഡൽഹി. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് ഒരു പിഴവും ഉണ്ടായിട്ടില്ലെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ആക്രമണത്തിലൂടെ പാകിസ്ഥാന്റെ 13 വ്യോമത്താവളങ്ങൾ തകർത്തു. ഇന്ത്യക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാകുന്ന ഒറ്റ സാറ്റലൈറ്റ് ദൃശ്യം പോലും പുറത്തു വന്നിട്ടില്ല എന്നും അജിത് ഡോവൽ പറഞ്ഞു. You know, these days, these imageries are from the satellites all over the world. They are this thing, which shows any Indian damage being done, even a glass pane having been torn. They brought out photographs, they wrote this thing, the New York Times put it this thing, put out very this thing. Only imageries they said 13 air bases of Pakistan now and now, before 10th May and after 10th May. വാർത്താമഴ തുടരും ഇടവേളയ്ക്ക് ശേഷം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പാലക്കാട് ചിറ്റൂരിൽ കള്ളിൽ വീണ്ടും ചുമമരുന്നിന്റെ സാന്നിധ്യം. നവക്കോട് കള്ളുഷാപ്പിലെ കള്ളിലാണ് വീണ്ടും ബെനാഡ്രിലിന്റെ സാന്നിധ്യം കണ്ടെത്തി എന്ന ലാബ് റിപ്പോർട്ട്. ഷാപ്പ് ലൈസൻസി സുജാത, സെയിൽസ്മാൻ ബാബു എന്നിവർക്കെതിരെ എക്സൈസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. മാസങ്ങൾക്ക് മുൻപ് നടത്തിയ പരിശോധനയിൽ ചിറ്റൂർ റേഞ്ചിലെ 6ാം ഗ്രൂപ്പിലെ 6ഓളം ഷാപ്പുകളിലാണ് ചുമമരുന്നിന്റെ സാന്നിധ്യം കള്ളിൽ കണ്ടെത്തിയത്. അന്നു തന്നെ ഷാപ്പുകൾ അടയ്ക്കുകയും ലൈസൻസികൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. നവക്കോട് ഷാപ്പിലെ 2ാം പരിശോധനയുടെ ഫലമാണ് ഇപ്പോൾ പുറത്തുവന്നത്. ഈ സാമ്പിളിലും ബെനാഡ്രിലിന്റെ അംശമുണ്ടെന്നാണ് കൊച്ചിയിൽ നിന്നുള്ള ലാബ് റിപ്പോർട്ട്. നിലവിൽ ഒരു കേസ് നവക്കോട് ഷാപ്പിലെ ലൈസൻസിക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. വീണ്ടും ചുമമരുന്നിന്റെ അംശം കണ്ടെത്തിയ സാഹചര്യത്തിൽ ലൈസൻസി സുജാത, സെയിൽസ്മാൻ ബാബു എന്നിവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എക്സൈസ് കേസെടുത്തു. പ്രതികൾ ഒളിവിലാണെന്നാണ് എക്സൈസ് പറയുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പാലക്കാട്. MDMA കൈവശം വച്ചതിന് കൊച്ചിയിൽ അറസ്റ്റിലായ യൂട്യൂബർ റിൻസി മുംതാസ് നടത്തിയിരുന്നത് ലക്ഷങ്ങളുടെ ലഹരി കച്ചവടം. സിനിമാ മേഖലയിലുള്ളവർക്കുൾപ്പെടെ സ്ഥിരമായി രാസലഹരി എത്തിച്ചു നൽകിയിരുന്നത് റിൻസി എന്ന് പോലീസ് കണ്ടെത്തി. റിൻസി നടത്തിയ ലഹരി ഇടപാടുകളുടെ വാട്സാപ്പ് ചാറ്റുകൾ പോലീസിന് ലഭിച്ചു. കഴിഞ്ഞ ദിവസം കൊച്ചി പാലച്ചുവടിലെ വീട്ടിൽ വെച്ചാണ് റിൻസി മുംതാസ്, യാസർ അറഫത്ത് എന്നിവരെ MDMAയുമായി പോലീസ് പിടികൂടിയത്. ഇരുവരും പണം കൈകാര്യം ചെയ്തതിന്റെ വാട്സപ്പ് സന്ദേശങ്ങളും പോലീസിന് ലഭിച്ചു. വയനാട് നിന്ന് പിടികൂടിയ ലഹരി സംഘമാണ് റിൻസിയുടെ ഇടപാടുകളെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയത്. സിനിമാ മേഖല കേന്ദ്രീകരിച്ചും റിൻസി വൻ ലഹരി കച്ചവടം നടത്തിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. മാരക ലഹരി മരുന്നുകൾ എത്ര അളവിൽ വേണമെങ്കിലും നൽകാമെന്ന് റിൻസി വാട്സപ്പ് ചാറ്റിൽ ഇടപാടുകാരോട് പറയുന്നുണ്ട്. DJ പാർട്ടികളിലാണ് റിൻസി കൂടുതൽ ലഹരി വിൽപ്പന നടത്തിയിരുന്നതെന്നും വാട്സപ്പ് ചാറ്റുകളിലൂടെ വ്യക്തമാണ്. അതേസമയം റിൻസി മുംതാസ് ജോലി ചെയ്തിരുന്ന ഒബിസ്ക്യൂറ എന്ന സ്ഥാപനം വിശദീകരണവുമായി രംഗത്തെത്തി. ലഹരി ഇടപാട് നടന്നത് അറിയില്ലായിരുന്നുവെന്നും അന്വേഷണത്തോട് സഹകരിക്കുമെന്നും സ്ഥാപനം വ്യക്തമാക്കി. എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കോ കമ്പനിക്കോ യാതൊരുവിധ ബന്ധവുമില്ല. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ കമ്പനിയാണ്, കമ്പനിയുടെ ഇതിലാണ്, കമ്പനി റെൻ്റ് ഔട്ട് എടുത്ത് കൊടുത്ത വീട്ടിൽ ഫ്ലാറ്റ്, അങ്ങനെ ഒരു സാധനമില്ല. കമ്പനി റെൻ്റ് ഔട്ട് എടുത്ത് കൊടുത്തിട്ടില്ല. S. ശ്യാംകുമാർ, 24 കൊച്ചി. തിരുവനന്തപുരം കല്ലമ്പലത്ത് ഈന്തപ്പഴത്തിൽ MDMA കടത്തിയ സംഭവത്തിൽ മുഖ്യപ്രതി സൈജുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നു. സിനിമാ മേഖല കേന്ദ്രീകരിച്ച് സൈജു ലഹരി ഇടപാട് നടത്തി എന്നും വിവരങ്ങളുണ്ട്. സമീപകാലത്ത് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ MDMA വേട്ടയാണ് കല്ലമ്പലത്തിലേത്. പിടിയിലായ 4 പ്രതികളിൽ മുഖ്യപ്രതി സൈജുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കൂടുതൽ വിവരശേഖരണത്തിനായി ബാങ്കിൽ അപേക്ഷ നൽകി. സൈജുവിന്റെയും ഭാര്യയുടെയും ഇടപാടുകളാണ് പരിശോധിക്കുന്നത്. ലഹരി സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ എയർപോർട്ടിൽ നിന്നുള്ള CCTV ശേഖരിക്കും. സൈജുവിന്റെ യാത്രാ വിവരങ്ങളും പോലീസ് തേടിയിട്ടുണ്ട്. സിനിമാ മേഖല കേന്ദ്രീകരിച്ച് സൈജു ലഹരി ഇടപാട് നടത്തിയെന്നും വിവരമുണ്ട്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. റിമാൻഡിലുള്ള പ്രതികൾക്കായി തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. 24 തിരുവനന്തപുരം.
മലപ്പുറം മഞ്ചേരി ജസീല ജംഗ്ഷനിൽ തീപിടുത്തം. കൂട്ടിയിട്ട പ്ലാസ്റ്റിക് ട്രേകളിലേക്ക് ട്രാൻസ്ഫോമറിൽ നിന്ന് തീപ്പൊരി വീണ ആണ് തീപിടിച്ചിരിക്കുന്നത്. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും. മലപ്പുറത്തുനിന്ന് വിപിൻ, തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ സാഹചര്യം? വിജയകുമാർ, തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഇപ്പോൾ തീ അണച്ചിരിക്കുന്നു. 11:30 കൂടിയാണ് മഞ്ചേരിയിലെ ജസീല ജംഗ്ഷനിലെ തീപിടുത്തമുണ്ടായത്. ഇവിടെ ഒരു ഫ്രൂട്ട്സ് കടയുണ്ടായിരുന്നു. ഈ ഫ്രൂട്ട്സ് കടയുടെ തൊട്ട് മുൻപിൽ ഏകദേശം അവിടെയാണ് ഈ പ്ലാസ്റ്റിക് ട്രേകളൊക്കെ തന്നെ കൂട്ടിയിട്ടിരുന്നത്. ഏകദേശം ഒരു 2500-ലേറെ പ്ലാസ്റ്റിക് ട്രേകൾ ഈ ഭാഗത്തുണ്ടായിരുന്നു. ഇതിന് തൊട്ടടുത്താണ് ട്രാൻസ്ഫോമർ. അതിൽ ഒരു സ്പാർക്ക് ഉണ്ടായി. അതിൽ നിന്നും തീപ്പൊരി ഉണ്ടായി. ആ തീപ്പൊരി ഈ ട്രേയിലേക്ക് വീഴുകയായിരുന്നു. ഇങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. സംയോജിതമായൊരു ഇടപെടൽ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടായി. മഞ്ചേരി ഫയർഫോഴ്സ് ഉടൻ തന്നെ സ്ഥലത്തേക്ക് എത്തുകയും ഈ തീ അധികം പടരാതെ അത് അണയ്ക്കാനും സാധിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ മലപ്പുറത്തെ ഫയർഫോഴ്സും ആ സമയമാകുമ്പോഴേക്കും അവിടേക്ക് എത്തിയിരുന്നു. തൊട്ടടുത്തൊക്കെ 3 നില ബിൽഡിങ്ങുകളൊക്കെ ഉള്ളതാണ്. അവിടേക്ക് തീ അധികം പടരാതിരുന്നത് വലിയ രക്ഷയായി. ഒപ്പം തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ഇൻഷുറൻസ് സ്ഥാപനത്തിന്റെ ചില്ലുകൾ അതൊക്കെ പൊട്ടി വീണിട്ടുണ്ട്. കാരണം അത്രത്തോളം വലിയൊരു ചൂട് ആ പ്രദേശത്തേക്ക് വന്നിരുന്നു. പ്ലാസ്റ്റിക് ട്രേകൾ ആയതുകൊണ്ട് തന്നെ ഈ തീ ഉടർന്നപ്പോൾ അതിനേക്കാളേറെ വലിയ പുകച്ചുരുളുകൾ ആ പ്രദേശത്താകെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തീ അണച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഒപ്പം തന്നെ വലിയ ഒരു നഷ്ടം അവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വിജയകുമാർ. യെസ്, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തു നിന്ന്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി സംഘടിപ്പിക്കുന്ന ഡാറ്റ എൻറോൾമെന്റ് ക്യാമ്പ് ബഹിഷ്കരിച്ച് ദുരിതബാധിതർ. ദുരന്തബാധിതരായ മുഴുവൻ പേരെയും പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്താത്തതിലാണ് പ്രതിഷേധം. ദുരന്തബാധിതർക്ക് 402 പേർക്ക് സ്മാർട്ട് കാർഡ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഡാറ്റ കളക്ഷനാണ് ഇന്ന് മുതൽ 3 ദിവസം. അപ്പോൾ ഇനിയും ഞങ്ങളെ കൂട്ടത്തിൽ പുഞ്ചിരിമട്ടത്ത് ഉൾപ്പെടെയുള്ള വീടുകൾ ഇനിയും ലിസ്റ്റിൽ വരാനുണ്ട്, ഗുണഭോക്തൃ പട്ടികയിൽ വരാനുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതിൽ പല ഓഫീസുകളും കയറി ഇറങ്ങുകയാണ്. ആരും കൃത്യമായിട്ടൊരു ഡേറ്റ് ഞങ്ങളടുത്ത് പറയുന്നില്ല. അപ്പോൾ 1 വർഷമായിട്ടും അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇതുവരെ. ഇപ്പോഴും നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങളൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിൽ ഞങ്ങൾ സഹകരിക്കുന്നില്ല എന്നാണ് തീരുമാനം. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ആ മേഖലയിലെ ദുരന്തബാധിതരാകെ ഈ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുകയാണോ ഇപ്പോൾ? തീർച്ചയായും ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ഇന്ന് സ്മാർട്ട് കാർഡ് വിതരണം ചെയ്യുക എന്നുള്ളത് ഒരു ദൗത്യമാണെന്ന് നടന്നിരുന്നത്. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടി ദുരന്തബാധിതർക്ക് കൃത്യമായ രീതിയിലുള്ള ഐഡന്റിഫിക്കേഷൻ കാർഡ് നൽകുക എന്നുള്ള സ്മാർട്ട് കാർഡ് നൽകുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണമാണ് നടത്തുന്നത്. 402 കുടുംബങ്ങളാണ് നിലവിൽ ഈ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകൾ. അവർ മാത്രമല്ല, കൂടുതൽ പേർ ഇതിനകത്ത് ഉൾപ്പെടാനുണ്ട് എന്നുള്ളതാണ് ഈ ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കുന്ന കാര്യം. അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് പുഞ്ചിരിമട്ടം മേഖലയിൽ പോലും, അതായത് ഏറ്റവും കൂടുതൽ അപകട ഭീഷണിയുള്ള പ്രദേശമാണ്, അവിടെയുള്ള മേഖലയിൽ പോലും ആളുകളെ പൂർണ്ണമായും ഉൾപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, അട്ടമല റോട്ടിലെ പാടിയിലെ ആളുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത്തരത്തിൽ ഉൾപ്പെടേണ്ട ആളുകൾ പലതുമുണ്ട്. ആ പലതും ഈ അന്തിമ പട്ടികയിൽ വന്നിട്ടില്ല. അതേസമയം DDMA ഇതുമായി ബന്ധപ്പെട്ട് 40-ലേറെ പേരുടെ കുടുംബങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുള്ള ശുപാർശ നൽകിയിട്ടുണ്ട്. ഈ ശുപാർശയിൽ അംഗീകാരം നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട്. എന്തായാലും ഈ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് എത്തുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആ പ്രതിഷേധ സാഹചര്യത്തിൽ ഇപ്പോൾ വിജയകുമാർ മറ്റൊരു വാർത്തയിലേക്ക് കൂടി, ദൃശ്യത്തിലേക്ക് കൂടി പോവുകയാണ്. ഇപ്പോൾ ഈ നൌഷാദിനെ ഇറക്കുകയാണ്. നൌഷാദിനെ ചേരമ്പാടിയിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ആ ദൃശ്യത്തിലേക്കാണ് നമുക്ക് പോകാൻ കഴിയുന്നത്. എന്തായാലും ACP ഉമേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടേക്ക് എത്തുകയും തെളിവെടുപ്പ് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ളത്. ആ തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. നൌഷാദിനെ ഇവിടേക്ക് ഇറക്കി ഇപ്പോൾ ഈ വാഹനത്തിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉമേഷ്, പോലീസിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രതി പറഞ്ഞ കുറേ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഓരോന്നും ഞങ്ങൾ ക്രോസ് വെരിഫൈ ചെയ്തിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പോലീസ് അന്വേഷണം നടക്കുന്നത്. ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ പ്രതിയുടെ തെളിവെടുപ്പ് നടത്തട്ടെ, അതിനുശേഷം ഞങ്ങൾ വിശദമായിട്ട് പറയാം. അല്ല, ഞങ്ങൾ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, പ്രതി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ അയാളുടെ പറഞ്ഞ കാര്യങ്ങൾ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അത് ഓരോന്നായി വെരിഫൈ ചെയ്യും. അതിനുശേഷം ഞങ്ങൾ നിഗമനത്തിലേക്ക് എത്തുകയാണ് ചെയ്യുക. മറ്റു കാര്യങ്ങൾ ഇപ്പം പ്രതി പറയുന്ന അനുസരിച്ചുള്ള സ്ഥലങ്ങളിൽ പോകും. ഞങ്ങൾ നേരെ അഡ്വാൻസ് പറയാൻ കഴിയില്ല. പ്രതി പറയുന്ന കൂടുതൽ പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടെന്നുള്ളത് ഈ പ്രതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ കൂടിയുണ്ട്, സ്ത്രീകളുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മറ്റു കാര്യങ്ങൾ തുടർച്ചയായി ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ വന്നു തെളിവെടുത്തു, ഈ സംഭവസ്ഥലം എവിടെയാണ് എന്ന് കൺഫേം ആയിട്ട് ബാക്കി കാര്യങ്ങൾ നടക്കുകയാണ്. നോക്കട്ടെ, ഇനി 2 ദിവസം കൂടിയുണ്ട്. പെട്ടെന്ന് 1 ദിവസം കൂടി തീരുന്ന കാര്യമല്ലല്ലോ. ഓക്കെ, താങ്ക് യു. ACP മെഡിക്കൽ കോളേജ് ACP ഉമേഷാണ് പ്രതികരിച്ചത്.
ടീമുണ്ട്, അന്വേഷണ ഉദ്യോഗ നാഗേഷ് ഉണ്ട്, അതേപോലെ തന്നെ സയന്റിഫിക് എക്സ്പേർട്ട് ഉണ്ട്, എല്ലാ ടീമും. ഓക്കെ, താങ്ക് യു. എന്തായാലും ആ നടപടിയിലേക്ക് കടക്കുകയാണ് പോലീസ്. ഇനി ഇവിടെ നിന്നും ചേരമ്പാടിയിലേക്ക് പോകുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ചേരമ്പാടിയിൽ കൂടി തെളിവെടുപ്പ് നടത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം ഈ പ്രതിയായിട്ടുള്ള ഇദ്ദേഹം നൌഷാദ് ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇദ്ദേഹം നേരത്തെ പറഞ്ഞത് ആത്മഹത്യയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. എന്തായാലും ആ ഒരു നിലപാടിൽ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്, വിശദമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. അതേസമയം ഹേമചന്ദ്രൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള നീക്കം കൂടി ഇതിനുശേഷം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ കൃത്യം നടത്തി എന്ന് പറയുന്ന പോലീസ് പറയുന്ന ആ വീട് ഈ നൌഷാദിൻ്റെ വീടിൻ്റെ ഏതാണ്ട് തൊട്ടടുത്ത് തന്നെയാണ്. അതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്, അടുത്തടുത്ത് വീടുകളുണ്ട്, ധാരാളം വീടുകളുണ്ട്. ഇവിടെ വെച്ചാണ് കൃത്യം നടത്തി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ മറ്റ് പ്രതികരണങ്ങൾക്ക് അദ്ദേഹം തയ്യാറായിട്ടില്ല. നേരത്തെ ഇവിടേക്ക് വരുന്ന ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ പോലും നൌഷാദ് പറഞ്ഞത് ഇത് ആത്മഹത്യയാണ് എന്നുള്ള തരത്തിലാണ്. ആ സ്റ്റേറ്റ്മെൻ്റ് അടക്കം പോലീസ് വിശദമായ രീതിയിൽ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മെഡിക്കൽ കോളേജ് പോലീസിൻ്റെ പരിധിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരൊപ്പം തന്നെ ക്രൈം സ്ക്വാഡിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും, സിറ്റി ക്രൈം സ്ക്വാഡിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും ഒപ്പമുണ്ട്. ഇതിനുശേഷം ഇവിടെ നിന്ന് നേരെ കൊണ്ടുപോകുന്നത് ചേരമ്പാടിയിലേക്കാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തന്നെ പരമാവധി തെളിവെടുപ്പ് പൂർത്തിയാക്കുക എന്നുള്ള ദൗത്യമാണ് നടത്തുന്നത്. വിജയകുമാർ. യെസ്, ഹേമചന്ദ്രൻ കേസിലാണ് അപ്പോൾ പ്രതി നൌഷാദിനെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നത്. തെളിവെടുപ്പ് മറ്റൊരു സ്ഥലത്തേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോവുകയാണ്. അന്വേഷണം ഈ ഘട്ടത്തിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയില്ല എന്നാണ് മെഡിക്കൽ കോളേജ് ACP വിശദീകരിക്കുന്നത്. കൂടുതൽ പ്രതികളുണ്ടോ, ഇത് ആത്മഹത്യ എന്ന ഈ പ്രധാന പ്രതിയുടെ മൊഴി, ഇതിലൊക്കെ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ് നടപടിക്രമങ്ങളുടെ ഭാഗമായി. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വസ്തു ഒഴിപ്പിക്കലിനിടെ മാതാപിതാക്കൾ പൊള്ളലേറ്റു മരിച്ച സംഭവത്തിൽ കടുത്ത നിലപാടിൽ മകൻ. വിവാദ വസ്തുവിലെ മാതാപിതാക്കളുടെ കല്ലറ പൊളിക്കുമെന്ന നിലപാടിലാണ് രഞ്ജിത്ത്. വസ്തു അയൽവാസിയായ വസന്തയുടേതാണ് എന്ന കോടതി വിധിക്ക് പിന്നാലെയാണ് ഈ പ്രതിഷേധം. സർക്കാരിൽ നിന്നും നീതി കിട്ടിയില്ല എന്നാരോപിച്ച് രഞ്ജിത്ത് ബാങ്കു രേഖകളും വസ്തുവിന്റെ രേഖകളും കത്തിച്ച് പ്രതിഷേധിച്ചു. അതിയന്നൂർ സ്വദേശി രാജന്റെയും അമ്പിളിയുടെയും മൃതദേഹം മറവു ചെയ്യാൻ മകൻ രഞ്ജിത്ത് കുഴിയെടുക്കുന്ന ഈ ദൃശ്യം അന്ന് കേരളമാകെ ചർച്ച ചെയ്തതാണ്. 2020 ഡിസംബർ 28-നായിരുന്നു സംഭവം. പിന്നാക്ക വിഭാഗത്തിനു വേണ്ടി സർക്കാർ അനുവദിച്ച ഭൂമിയിലായിരുന്നു തർക്കം. അയൽവാസി വസന്ത ഭൂമിയിൽ ഉടമസ്ഥാവകാശവുമായി കോടതിയിൽ നിന്ന് അനുകൂല വിധി വാങ്ങി. ഒഴിപ്പിക്കൽ നടപടിക്കിടെ രാജനും അമ്പിളിയും തലയിൽ കൂടി മണ്ണെണ്ണ ഒഴിച്ച് പ്രതിഷേധിച്ചു. പിടിച്ചുമാറ്റുന്നതിനിടെ തീപിടർന്ന് രാജനും അമ്പിളിയും മരിച്ചു. പിന്നാലെ സർക്കാർ സഹായധനം ഉൾപ്പെടെ അനുവദിച്ചിരുന്നു. വിവാദ ഭൂമിയിൽ തന്നെയാണ് രാജന്റെ മക്കൾ കഴിഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര കോടതിയിൽ നിന്ന് വസ്തു വസന്തയുടേത് തന്നെയെന്ന് വീണ്ടും വിധി വന്നു. ഇതോടെയാണ് മകൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എനിക്ക് എൻ്റെ അപ്പനെ അമ്മയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. അവരെ കൊന്നിട്ട് അവരെ പേരിൽ ഒരു നടപടി എടുത്തില്ല. അങ്ങനെ എനിക്ക് വേണ്ട, ഒന്നും വേണ്ട, സ്ഥലവും വേണ്ട, വീടും വേണ്ട, പൈസയും വേണ്ട, ഒന്നും വേണ്ട. ഞാനല്ലേ എൻ്റെ അമ്മയും അപ്പനെയും ഇവിടെ അടക്കിയ, ഞാൻ നിന്നെ പൊളിച്ചു മാറ്റാം. നെയ്യാറ്റിൻകരയിൽ തെളിഞ്ഞത് സർക്കാരില്ലായ്മയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. ആ പാവങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടേ ഗവൺമെന്റ്? പാവങ്ങളുടെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക സർക്കാർ. ഞാൻ പറയല്ലോ, സർക്കാരില്ലായ്മ അത് തന്നെ. വിഷയത്തിൽ നാട്ടുകാരിടപെട്ട് ഉന്നത കോടതികളെ സമീപിക്കുന്നത് ആലോചനയിലുണ്ട്. 24 തിരുവനന്തപുരം. പത്തനംതിട്ട കൊട്ടനാട് പഞ്ചായത്തിൽ ലൈവ് പദ്ധതിയിലൂടെ ലഭിച്ച വീട് ജപ്തി ചെയ്ത സംഭവത്തിൽ തെറ്റ് സമ്മതിച്ച് മുൻ ഭൂവുടമ. കേരള ബാങ്കിൽ വായ്പ നിലനിൽക്കെയാണ് മറ്റൊരാൾക്ക് ഭൂമി കൈമാറിയത് എന്ന് വിജയകുമാരൻ നായർ പറഞ്ഞു. എന്നാൽ വായ്പയുള്ള കാര്യം ഭൂമി മേടിച്ചവർക്ക് അറിയാമായിരുന്നു എന്ന വാദം ഇപ്പോഴത്തെ ഉടമ പ്രഹ്ലാദൻ വീണ്ടും നിഷേധിച്ചു. മുൻ ഭൂവുടമ വിജയകുമാരൻ നായർ എടുത്ത ലോണിന്റെ പേരിലാണ് കൊറ്റനാട് സ്വദേശി പ്രഹ്ലാദിന് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ലഭിച്ച വീടും സ്ഥലവും കേരള ബാങ്ക് ജപ്തി ചെയ്തത്. എന്നാൽ ഭൂമി കൈമാറിയതിൽ വീഴ്ചയുണ്ടായെന്ന് സമ്മതിക്കുകയാണ് വിജയകുമാരൻ നായർ. തനിക്ക് തെറ്റുപറ്റിയെന്നും ബാങ്കിൽ ലോൺ നിലനിൽക്കെ സ്ഥലം മറ്റൊരാൾക്ക് വിൽക്കാൻ പാടില്ലായിരുന്നുവെന്നും വിജയകുമാരൻ നായർ. ഇത് രജിസ്റ്റർ ആകുമായിരുന്നു ഉറപ്പ് കിട്ടിയോണ്ടല്ലേ ഞാൻ ഒപ്പിട്ട് കൊടുക്കൂല. ഇപ്പൊ ഇങ്ങനെ പറ്റി. അത് കഴിഞ്ഞ് ഇപ്പൊ ഈ വസ്തു ലാസ്റ്റ് വിൽക്കാൻ വേണ്ടി ബാങ്കുകാർ ഒത്തിരി കളിച്ചു.
എന്റെ ഭാഗം തെറ്റുപറ്റി എനിക്കറിയാം. പക്ഷെ രജിസ്റ്റർ ആകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. ആധാരം ഇല്ലല്ലോ, ആധാരം ഇല്ലാണ്ടെങ്കിൽ രജിസ്റ്റർ ആകും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് പറ്റിപ്പോയി. സ്ഥലത്തിന്മേൽ കേരള ബാങ്കിൽ ലോണുള്ള കാര്യം പ്രഹ്ലാദന്റെ വീട്ടുകാർക്ക് അറിയാമായിരുന്നുവെന്നും വിജയകുമാരൻ നായർ പറയുന്നു. എന്നാൽ ബാങ്കിൽ വായ്പയുള്ള കാര്യം മറച്ചുവെച്ചാണ് ഭൂമി തങ്ങൾക്ക് വിറ്റതെന്ന് നിലവിലെ ഭൂവുടമ പ്രഹ്ലാദന്റെ കുടുംബം വ്യക്തമാക്കി. അതേസമയം ചട്ടങ്ങൾ പാലിച്ചാണ് ജപ്തി നടപടികൾ പൂർത്തിയാക്കിയതെന്നാണ് കേരള ബാങ്ക് നൽകുന്ന വിശദീകരണം. മുൻ ഭൂവുടമയും നിലവിലെ ഉടമയും തമ്മിലെ ഇടപാട് പോലീസ് സഹായത്തോടെ അന്വേഷിക്കുമെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു. വില്ലേജ് ഓഫീസിൽ സംഭവിച്ച പിഴവാണ് ലോണുണ്ടായിരുന്ന ഭൂമിയുടെ ക്രയവിക്രയത്തിന് വഴിയൊരുക്കിയതെന്നാണ് റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ. റവന്യൂ ഉദ്യോഗസ്ഥർ ഇതു സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം. 24 പത്തനംതിട്ട. ഇടുക്കി ഉപ്പുതറയിൽ ആദിവാസികൾക്ക് അനുവദിച്ച ലൈഫ് ഭവന പദ്ധതിയിൽ വ്യാപക ക്രമക്കേട്. വീടുകളുടെ പണി പൂർത്തിയാക്കാതെ കരാറുകാരൻ മുഴുവൻ തുകയും തട്ടിയെന്നാണ് പരാതി. കണ്ണമ്പടി, വാക്കത്തി എന്നീ ആദിവാസി ഉന്നതികളിലെ ആളുകളാണ് ഇത്തരത്തിൽ വഞ്ചിക്കപ്പെട്ടത്. ഉപ്പുതറ പഞ്ചായത്ത് ലൈഫ് മിഷനിൽ ആദിവാസികൾക്ക് അനുവദിച്ച 96 വീടുകളിൽ 27 എണ്ണത്തിന്റെയും നിർമ്മാണം പൂർത്തിയായിട്ടില്ല. എന്നാൽ മുഴുവൻ തുകയും കരാറുകാർ വാങ്ങിയെടുത്തു. 6,25,000 രൂപയാണ് വീട് നിർമ്മിക്കാൻ നൽകുന്നത്. 1,00,000-ലധികം രൂപയുടെ പണി ബാക്കി നിൽക്കെയാണ് മുഴുവൻ തുകയും മാറിയെടുത്തത്. ഇപ്പൊ ഈ കാണുന്ന വീട് എന്ന് പറയുന്നത് ഇതിന്റെ വാസയോഗ്യമല്ല വീട്. അത് അതിന്റെ അകം മൊത്തം പൊടിഞ്ഞു താഴ്ത്ത് വീഴുന്ന വാർക്കയുടെ കഴിഞ്ഞിട്ട് ആദ്യത്തെ മഴയ്ക്ക് തന്നെ ഇത് ചോർന്നൊലിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റെടുത്ത ആള് ആദിവാസികളെ ശരിക്കും കബളിപ്പിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മേൽക്കൂര ചോർന്നൊലിക്കുന്നു. ശുചിമുറിയിൽ ക്ലോസറ്റ് ഇല്ല. പ്ലംബിംഗ്, വയറിംഗ് ജോലികൾ പൂർണ്ണമല്ല. ജനലുകൾ വെക്കാത്ത വീടുകളുമുണ്ട്. പൈസ എല്ലാം അവർ കൃത്യം മേടിക്കുന്നുണ്ടായിരുന്നു. പൈസ ഭീമിന് പഞ്ചായത്തിൽ നിന്ന് പൈസ ഇടുകയും അന്നേരം എന്നെ വിളിക്കുകയും ഞാൻ പോയി പൈസ എടുത്തു കൊടുക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. തേപ്പിൽ സിമെന്റ് ശലം കുറവൊന്നും പോയി. അതാണ് ഭിത്തി അങ്ങനെ പൊട്ടാൻ കാരണം. പൂർത്തിയായ വീടിന്റെ വാല്യുവേഷൻ എടുത്ത് അവസാന ബില്ല് നൽകേണ്ടത് അസിസ്റ്റന്റ് എഞ്ചിനീയറും വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുമാണ്. പഞ്ചായത്തിലെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം പാവപ്പെട്ട ജനങ്ങൾക്ക് ലഭിച്ച വീടുകൾ ട്രൈബൽ മേഖലയിൽ ഉൾപ്പെടെ പണികൾ പൂർത്തീകരിക്കാതെ ആളുകളെ കബളിപ്പിച്ച് അവിടെ നിന്ന് പൈസ മേടിച്ചു പോയ കാര്യങ്ങളും ഒക്കെയായിട്ട് ബില്ലുകൾ മുഴുവനും നിലവിലെ സ്വാധീനം ഉപയോഗിച്ച് അവിടെ നിന്ന് മാറ്റിയെടുത്തിട്ട് സാഹചര്യമാണ് നിലവിലുള്ളത്. ഗുണഭോക്താക്കളായ ആദിവാസികൾ തന്നെയാണ് വീട് പണിയാൻ ആവശ്യമായ സാധന സാമഗ്രികൾ ചുമന്ന സ്ഥലത്തെത്തിച്ചതും. 24 ഇടുക്കി. ആലപ്പുഴ ചേർത്തലയിൽ 5 വയസ്സുകാരനെ അമ്മയും മുത്തശ്ശിയും ചേർന്ന് മർദ്ദിച്ചു എന്ന് പരാതി. മുഖത്തും കഴുത്തിലും പരിക്കേറ്റ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തു. അമ്മയ്ക്കും മുത്തശ്ശിക്കുമെതിരെ ചേർത്തല പോലീസ് കേസെടുത്തു. ചേർത്തലയിലെ സ്വകാര്യ സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ് കുട്ടി. മുഖത്തും കഴുത്തിലും മുറിപ്പാടുകൾ കണ്ടതിനെ തുടർന്ന് സ്കൂൾ PTA പ്രസിഡന്റ് കുട്ടിയുമായി സംസാരിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. അമ്മ മുഖത്ത് സ്കെയിൽ കൊണ്ട് അടിച്ചതായും മുത്തശ്ശി കഴുത്തിൽ പിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും കുട്ടി പറഞ്ഞതായി PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിനൂപ്. കുട്ടിയുടെ കവളത്തും അതേപോലെ കഴുത്തിലും മുറിപ്പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടു. ചോദിച്ചറിഞ്ഞതിൽ വെച്ചിട്ട് കുട്ടിയോട് ചോദിച്ചപ്പോൾ അമ്മ സ്കെയിൽ കൊണ്ട് കവളിൽ അടിച്ചതാണെന്നും അതേപോലെ തന്നെ അമ്മയുടെ അമ്മുമ്മ കഴുത്തിന് കുത്തിപ്പിടിച്ച് പരിക്കേൽപ്പിച്ചതാണെന്നും പറയുകയുണ്ടായി. അതിനെ തുടർന്ന് അപ്പോൾ തന്നെ ചൈൽഡ് ലൈനിലെയും ചേർത്ത പോലീസിൽ നമ്മൾ അറിയിച്ചു. കുട്ടിയുടെ രണ്ടാനച്ഛൻ മർദ്ദിച്ചെന്ന പരാതിയെ തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിരുന്നു. കാലാവധി തീരും മുമ്പ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് അമ്മയും മുത്തശ്ശിയും കുട്ടിയെ മർദ്ദിച്ചത്. ഇരുവർക്കും എതിരെ ചേർത്തല പോലീസ് കേസെടുത്തു. കുട്ടിയെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തു. 24 ആലപ്പുഴ. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള കോൺഗ്രസ് എമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി വനമന്ത്രി AK ശശീന്ദ്രൻ. കേരള കോൺഗ്രസ് എം മുന്നണി മര്യാദ പാലിക്കണമെന്നും പക്വതയുടെ വിമർശനങ്ങൾ ഉന്നയിക്കണമെന്നും മന്ത്രി 24നോട് പറഞ്ഞു. തന്നെ നന്നാക്കാൻ വരുന്നതിന് മുൻപ് അവനവൻ നന്നാവണമെന്നും മന്ത്രി AK ശശീന്ദ്രന്റെ രൂക്ഷ പ്രതികരണം. വനമന്ത്രി AK ശശീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ഈ കേരള കോൺഗ്രസ് എം നിരന്തരമായിട്ട് വന്യജീവി ആക്രമണത്തെ ചൊല്ലി NCPയെയും മിനിസ്റ്ററെയും വിമർശിക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയാണ്. അത് വലിപ്പച്ചെറുപ്പം നോക്കാതെ എല്ലാ പാർട്ടികളും തുല്യനിലയിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും അവ മുന്നണി ചർച്ച ചെയ്ത് അവിടെ എടുക്കുന്ന തീരുമാനം അനുസരിച്ചാണ് എല്ലാ പാർട്ടികളും പ്രവർത്തിക്കുന്നത്.
അപ്പോൾ ആ തീരുമാനത്തിന് വിധേയമായി മാത്രമാണ് എല്ലാ കക്ഷികളും പ്രവർത്തിക്കുക എന്നാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഓരോ പാർട്ടിക്കും അവരുടേതായ വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും ഉണ്ടാകാം. അത് വളരെ പക്വതയോടെ ഉന്നയിക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. മുന്നണി മര്യാദ പാലിക്കുന്നില്ല എന്ന വിമർശനമാണ് ഇപ്പം NCP പരിശോധിക്കേണ്ടത്. ഒരു മുന്നണി പ്രവർത്തിക്കുമ്പോൾ മുന്നണി മര്യാദകൾ പാലിച്ച് പ്രവർത്തിക്കണമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷക്കനുസരിച്ചാണോ എൻ്റെ പാർട്ടി പ്രവർത്തിക്കുന്നതെന്ന് ഞാനാണ് വിലയിരുത്തേണ്ടത്. എന്നെ നന്നാക്കാൻ വേറെ ആൾ വരുന്നതിനേക്കാളും നല്ലത് അവനവൻ നന്നാക്കാൻ ശ്രമിക്കുകയാണ് നല്ലത്. ഒരു മുന്നണിയിലെ ഒരു ഘടകകക്ഷിയുടെ വകുപ്പിനെ കുറിച്ചോ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ വിമർശനങ്ങൾ ഉന്നയിക്കാൻ വേദിയുണ്ട്. ആ വേദി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അത് നമുക്ക് കൂടുതൽ ഫലപ്രദമായി ശ്രദ്ധിക്കാനും പരിഹാരം കാണാനും ശ്രമിക്കാൻ കഴിയുക. ആ പരിധി കഴിഞ്ഞു പോയോ എന്നൊരു സംശയമാണ് 24-ൻ്റെ ലേഖനം ഉണ്ടായിട്ടുള്ളത്. ആ സംശയത്തോടൊപ്പം ഞാനുണ്ട്. ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രി അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട് NCP. അല്ല, മുഖ്യമന്ത്രിയോട് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചെയർമാൻ കൂടിയാണല്ലോ. അപ്പോൾ ഓരോ പാർട്ടിക്കുമുള്ള എന്തെങ്കിലും ആവലാതികളോ പരാതികളോ ആവശ്യങ്ങളോ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് അതും ഒരു നടപടിക്രമം മാത്രമാണ്. എന്തായാലും വനമന്ത്രി AK ശശീന്ദ്രൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. യെസ്, അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, ഈ വിഷയത്തിൽ ഇപ്പോൾ അടിയന്തരമായി നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണം എന്നതടക്കം ഈ വന്യജീവി വിഷയത്തിൽ വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങി നാട്ടുകാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അതിൽ ഒരു ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് കേരള കോൺഗ്രസ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. അത്തരമൊരു ആവശ്യം ഉന്നയിച്ച കേരള കോൺഗ്രസ് നിലപാടിൽ പലരും സംശയത്തോടെ വീക്ഷിക്കുന്നു. UDF-ലേക്ക് പോകാൻ കേരള കോൺഗ്രസ് ശ്രമിക്കുകയാണോ എന്ന ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അങ്ങനെയൊന്നും ഇല്ല എന്ന് ജോസ് കെ മാണി വിശദീകരിക്കുന്നു. അതിനിടെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി NCP രംഗത്ത് വരുന്നത്. മുന്നണി മര്യാദ പാലിക്കണം, പക്വതയോടെ വിമർശനം ഉന്നയിക്കണം എന്നൊക്കെ വനമന്ത്രി AK ശശീന്ദ്രൻ ജോസ് കെ മാണിയെ ഉപദേശിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ ഒരുങ്ങുകയാണ് NCP നേതാക്കൾ എന്ന വിവരം കൂടി അരുണിൻ്റെ റിപ്പോർട്ടിലുണ്ട്. എന്താണ് വനമന്ത്രി പറയുന്നത്? ഇത് വനമന്ത്രിയുടെ ഒരു NCPയുടെ അഭിപ്രായം എന്നതിനപ്പുറത്തേക്ക് ഇടതുമുന്നണിക്ക് അത്തരമൊരു അഭിപ്രായമുണ്ടോ? കേരള കോൺഗ്രസ് മുന്നണി മര്യാദ പാലിക്കുന്നില്ല എന്നൊരു അഭിപ്രായം ഇടതുമുന്നണിക്കുണ്ടോ? അതാണോ AK ശശീന്ദ്രനിലൂടെ പുറത്തു വരുന്നത്? വിജയകുമാർ, വന്യജീവി ആക്രമണത്തെ മറയാക്കിക്കൊണ്ട് കേരള കോൺഗ്രസ് മുന്നണി മാറ്റത്തിന് അടിത്തറയൊരുക്കുന്നു എന്നാണ് ഇപ്പോൾ NCP ഉയർത്തുന്ന ആരോപണം. കഴിഞ്ഞ ദിവസം ചേർന്ന NCP നേതൃയോഗത്തിൽ ഉൾപ്പെടെ ഈ ഒരു വിമർശനം ഉയർന്നു വന്നിരുന്നു. വനമന്ത്രി AK ശശീന്ദ്രനെ നിരന്തരമായി ഈ കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയും വേട്ടയാടുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് നിലവിൽ പാർട്ടിക്കുള്ളത്. അത് പാർട്ടി തുറന്നു പറയുകയും ചെയ്തു. എന്തായാലും മുഖ്യമന്ത്രി അമേരിക്കയിൽ നിന്ന് എത്തിയതിനു ശേഷം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഇക്കാര്യം അറിയിക്കും. LDF-ന്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് മുഖ്യമന്ത്രിയാണ് ഇതിൽ ആത്യന്തികമായ ഒരു നടപടി എടുക്കേണ്ടത്. അതിനുവേണ്ടി NCP മുഖ്യമന്ത്രിയെ കാണുമെന്നാണ് ഇപ്പോൾ നിലവിൽ വനമന്ത്രി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് എം പക്വത കാണിക്കണം, മുന്നണി മര്യാദ കാണിക്കണം. LDF-ന് ഒരു വേദിയുണ്ട്, ഒരു മര്യാദയുണ്ട്. LDF-ന്റെ തീരുമാനങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം കേരള കോൺഗ്രസ് എം മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ നിലവിൽ കേരള കോൺഗ്രസ് എം അതല്ല ചെയ്യുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ AK ശശീന്ദ്രൻ തുറന്നു പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം, ജോസ് കെ മാണി പക്വതയോടുകൂടി പെരുമാറണം എന്നുള്ളതാണ്. മുന്നണി മര്യാദ പാലിക്കുന്നുണ്ടോ എന്ന കാര്യം ജോസ് കെ മാണി കൂടി പരിശോധിക്കേണ്ടതാണ്. അവരുടെ പ്രശ്നങ്ങൾ തീർത്തിട്ട് വേണം മറ്റൊരാളുടെ പ്രശ്നങ്ങൾ നന്നാക്കാൻ വരേണ്ടത് എന്നുകൂടി AK ശശീന്ദ്രൻ വിമർശിച്ചിരിക്കുന്നു. എന്തായാലും LDF-ന് ഈ ഒരു നിലപാടാണോ എന്ന കാര്യം LDF കൺവീനർ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. ജോസ് കെ മാണി മുന്നണി മര്യാദ പാലിക്കുന്നില്ലെന്നും കേരള കോൺഗ്രസ് മുന്നണി മര്യാദ പാലിക്കുന്നില്ലെന്നുമാണ് NCPയുടെ വിമർശനം. വിജയകുമാർ, ഇതിൽ ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസ് എമ്മിന് ഇക്കാര്യത്തിൽ ഒരു നിലപാടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ, അവരുടെ തട്ടകങ്ങളിൽ അവർ വലിയ ചോദ്യങ്ങൾ നേരിടുന്നുണ്ട്. വനം വകുപ്പ് അവിടുത്തെ ജനങ്ങളോട് ഇടപെടുന്ന രീതിയെപ്പറ്റിയൊക്കെ വലിയ ചോദ്യങ്ങൾ ആ പാർട്ടി നേരിടുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ അവരുടെ മേഖലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ വനം വകുപ്പിനെ എതിർക്കാതെ നിൽക്കാൻ കഴിയില്ല എന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ ഇടുക്കി ജില്ലയുടെ മലയോര മേഖലകൾ
കോട്ടയം ജില്ലയുടെ മലയോര മേഖല, പത്തനംതിട്ട, അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലേക്ക് വന്നാൽ കണ്ണൂർ, കോഴിക്കോട് ഒക്കെ ഈ മേഖലകളിലൊക്കെ കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകളിൽ ഈ വന്യജീവി വിഷയം വലിയ പ്രശ്നമായി മാറുന്നുണ്ട്. ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് അതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വനം വകുപ്പിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല. അവർക്ക് വനം വകുപ്പിനോടുള്ള എതിർപ്പ് പരസ്യമായി പറയേണ്ടി വരും, മുന്നണിയിൽ പറയേണ്ടി വരും. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും രാഷ്ട്രീയ നീക്കം കേരള കോൺഗ്രസിനുണ്ടോ എന്ന സംശയം ഈ ദിവസങ്ങളിൽ ഉയർന്നു വരുന്നു. കാരണം നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന ആവശ്യമൊക്കെ, അസാധാരണ ആവശ്യമൊക്കെ ജോസ് കെ മാണി മുഖ്യമന്ത്രിയോട് കൊടുത്ത കത്തിൽ അത്തരം ആവശ്യമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ വിമർശനത്തിന് മറ്റു ചില രാഷ്ട്രീയ പ്രാധാന്യം കൂടെ സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ അരുൺ, അല്ലേ? അതുതന്നെയാണ്. മറ്റ് രാഷ്ട്രീയ മാനങ്ങളുണ്ടോ എന്ന കാര്യം ഇനിയും അത് സംശയത്തിന്റെ വക്കിൽ തന്നെയാണ്. കേരള കോൺഗ്രസ് മുന്നണി മാറുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. ജോസ് കെ മാണി നേരത്തെ വ്യക്തമാക്കിയത് മുന്നണി മാറ്റത്തിനില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മൾ NCPയോട് ഇക്കാര്യം ആരാഞ്ഞിരുന്നു. NCP AK ശശീന്ദ്രനോട് ആരാഞ്ഞിരുന്നു. അദ്ദേഹം പറയുന്നത് കേരള കോൺഗ്രസ് തോൽക്കുന്ന ഒരു മുന്നണിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, പോകുന്ന കാര്യം അത് ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ NCPയും പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇങ്ങനെ NCPയെ നിരന്തരമായി വേട്ടയാടി അതായത് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലനിൽപ്പിന് വേണ്ടി NCPയെ വേട്ടയാടുകയും വനമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാട് അത് ശരിയല്ല എന്നാണ് ഇപ്പോൾ NCP ഉയർത്തുന്നൊരു പ്രധാനപ്പെട്ട വിഷയം. അത് അവർക്ക് അവരുടെ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ കേരള കോൺഗ്രസ് എമ്മും അതുപോലെ തന്നെ വന്യജീവി ആക്രമണമൊക്കെ ചർച്ചയായിരുന്നു. കേരള കോൺഗ്രസ് എമ്മിനെ പലപ്പോഴും ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ട ഘട്ടത്തിൽ ഈ പരസ്യമായ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. പക്ഷേ അതങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നാണ് NCP ചോദിക്കുന്നത്. മുന്നണിയിൽ പറയേണ്ട കാര്യങ്ങൾ മുന്നണിയിൽ തന്നെ പറയണം. അതല്ലാതെ പരസ്യമായി പറഞ്ഞ് മറ്റൊരു ഘടകകക്ഷിയെ വേട്ടയാടുകയോ അല്ലെങ്കിൽ അവരെ പ്രതിക്കൂട്ടിൽ നിർത്തുകയോ ചെയ്യുന്ന സമീപനം ശരിയല്ല എന്നാണ് ഇപ്പോൾ AK ശശീന്ദ്രൻ ഉൾപ്പെടെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയെ ഇക്കാര്യം അറിയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മുഖ്യമന്ത്രി ഉടൻ തന്നെ ഇക്കാര്യം അറിയിക്കും. ഇതിലൊരു നിലപാട് അതായത് LDF കൺവീനർ നിലപാട് പറയണമെന്നും NCP ആവശ്യപ്പെടുന്നുണ്ട് വിജയകുമാർ. യെസ്, അതിലൊരു പരാമർശം ശ്രദ്ധേയമാണ്. അവരവരുടെ മേഖലകൾ ശ്രദ്ധിക്കുന്നതിനിടെ സാമാന്യ മര്യാദ ശ്രദ്ധിച്ച് കാണില്ല എന്നാണ് AK ശശീന്ദ്രൻ ഇപ്പോൾ കേരള കോൺഗ്രസിനെ പറ്റി, ജോസ് കെ മാണിയെ പറ്റിയൊക്കെ പറയുന്നത്. ഈ പരാതി ഇപ്പോൾ മുഖ്യമന്ത്രിയെ അറിയിക്കും. NCP മുഖ്യമന്ത്രിയെയും ഈ വിഷയത്തിൽ കാണുന്നുണ്ട്. എന്നെ നന്നാക്കാൻ വരുന്നതിന് മുൻപ് അവനവൻ നന്നാവണം എന്നാണ് AK ശശീന്ദ്രൻ വളരെ രൂക്ഷമായ ഭാഷയിൽ ജോസ് കെ മാണിയോടും കേരള കോൺഗ്രസ് എമ്മിനോടുമൊക്കെ പറയുന്നത്. എല്ലാ പരിധിയും ലംഘിക്കുകയാണ്. ഈ വിമർശനം ഉന്നയിക്കാൻ ഒരു വേദിയുണ്ട്, ഒരു പരിധിയുണ്ട്. അതൊക്കെ കേരള കോൺഗ്രസ് ലംഘിക്കുന്നു. മുന്നണി മര്യാദ പാലിക്കുന്നുണ്ടോ എന്ന് ജോസ് കെ മാണിയും സ്വയം പരിശോധിക്കണം. പക്വതയോടെ വേണം വിമർശനങ്ങൾ ഉന്നയിക്കാൻ എന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ, വലിയ പരാമർശങ്ങളൊക്കെയാണ് ഇപ്പോൾ AK ശശീന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും കേരള കോൺഗ്രസ് എമ്മിന് മറുപടി ഉണ്ടാകും. നമ്മൾ ഈ ഘട്ടത്തിൽ അവരുടെ മറുപടിക്ക് ശ്രമിച്ചിരുന്നു, പക്ഷേ ആരെയും ടെലിഫോൺ ലൈനിൽ കിട്ടിയില്ല. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതികരണം അടുത്ത മണിക്കൂറുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 24 കണക്റ്റും K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നിർമ്മിച്ചു നൽകിയ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ വീടിന്റെ താക്കോൽ കൈമാറി. കാറടുക്ക നാവുങ്കൽ സ്വദേശി മോഹിനിക്കാണ് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. ഡിസംബർ 7 മോഹിനിക്ക് സ്വന്തമായൊരു വീടെന്ന സ്വപ്നത്തിന് തറക്കല്ലിട്ടത്. 5 മാസം കൊണ്ട് പണി പൂർത്തിയാക്കി. 450 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ 2 റൂമും ഹാളും സിറ്റ്-ഔട്ടും അടുക്കളയും ബാത്റൂമും ഉൾപ്പെടെ അടങ്ങുന്നതാണ് വീട്. 24 കാസർഗോഡ് റിപ്പോർട്ടർ അരുൺ പാറക്കൽ വീടിന്റെ താക്കോൽ മോഹിനിക്കും കുടുംബത്തിനും കൈമാറി. കണക്ട് സംസ്ഥാന കോർഡിനേറ്റർ മനോജ് മാവേലിക്കര ഉദ്ഘാടനം നിർവഹിച്ചു. വീട് ലഭിച്ചതിൽ സന്തോഷമെന്നും 22 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമായെന്നും മോഹിനിയും മകൻ കാർത്തിക്കും. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കുറേ വർഷമായി വാടകയിലുള്ളത്, പിന്നെ ഇപ്പോൾ പുതിയ വീടായിട്ട് വളരെ സന്തോഷമുണ്ട്. ഇത് ഭയങ്കര സന്തോഷമാണ് ഇന്ന്. കാരണം ഞങ്ങൾ 22 വർഷം വാടക റൂമിലുണ്ടായത്. അപ്പോൾ ഇപ്പോൾ ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു സ്വപ്നമല്ലേ. അപ്പോൾ ഇത് ഞങ്ങൾ 24 ന്യൂസുകാരും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും പിന്നെ മനു സാറും സജീവ് സാറും പിന്നെ എല്ലാവരും കൂടിയിട്ട് ഇത്ര നല്ലൊരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. ഇവരെല്ലാവരും മെയിനായിട്ട് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു. വളരെ സന്തോഷമാണ്. 24നെയും K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനെയും കാറടുക്ക പഞ്ചായത്ത് അംഗം രത്നാകരൻ അഭിനന്ദിച്ചു.
നമ്മളെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും കൂടെ ചേർന്ന് നടത്തുന്ന ഭവന പദ്ധതിയിൽ കാസർഗോഡ് ജില്ലയിൽ 15 വീടാണ് അനുവദിച്ച് കിട്ടിയിരിക്കുന്നത്. ഈ 15 വീടിൽ ഇപ്പോൾ അടുത്തടുത്ത് തന്നെ താക്കോൽദാനം നടക്കുന്നുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ താക്കോൽദാനങ്ങൾ നടക്കുന്നുണ്ട്. 24 കണക്ട് കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ KV സജീവ് കുമാർ, വാർഡ് മെമ്പർ ജനനി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലയിൽ ലഭിച്ച രണ്ടാമത്തെ വീടിന്റെ താക്കോൽദാനം ഈ മാസം 13-ന് നീലേശ്വരത്ത് നടക്കും. 24 കാസർഗോഡ്. പൊതുമേഖലാ സ്ഥാപനമായ കയർ കോർപ്പറേഷൻ തിരുവനന്തപുരം ലുലു മാളിൽ വിൽപ്പന കേന്ദ്രം തുടങ്ങി. കോർപ്പറേഷൻ നിർമ്മിക്കുന്ന മാട്രസുകളുടെ വിൽപ്പനയ്ക്കായാണ് ഷോറൂം തുറന്നത്. മന്ത്രി P. രാജീവ് ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം പ്രമാണിച്ച് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 30% റിബേറ്റ് നൽകുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. ഇതാദ്യമായാണ് ഒരു പൊതുമേഖലാ സ്ഥാപനം ലുലു മാളിൽ ഷോറൂം തുറക്കുന്നത്. മാട്രസുകൾക്ക് പുറമെ കയർ ഉൽപ്പന്നങ്ങളും ഷോറൂമിലുണ്ട്. ആക്സിയം 4 ദൗത്യസംഘത്തിന്റെ മടക്കയാത്ര തിങ്കളാഴ്ച. ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയും സംഘവും തിങ്കളാഴ്ച ഭൂമിയിലേക്ക് യാത്ര തിരിക്കുമെന്ന് ISRO അറിയിച്ചു. മടക്കയാത്രയ്ക്ക് മുന്നോടിയായി ആക്സിയം എക്സ്പെഡീഷൻ ദൗത്യത്തിലെ അംഗങ്ങൾ ബഹിരാകാശ നിലയത്തിൽ വിരുന്നൊരുക്കി. ദൃശ്യങ്ങൾ ISRO പങ്കുവച്ചു. സ്പേസ് എക്സിന്റെ ക്രൂ 11 ദൗത്യം ഈ മാസം 31-ന് നടക്കും. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ഇനി വൻ വാർത്തയിൽ സുഹൈൽ മുഹമ്മദ് ചേരും. നമസ്കാരം.